തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ കെ അനിൽകുമാറിന്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ക്ഷുഭിതനായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കാണിച്ചു തരാമെന്നും അപകീർത്തി കേസ് എന്താണെന്ന് അറിയുമോ എന്നുമായിരുന്നു ഭീഷണി. ആത്മഹത്യാക്കുറിപ്പിൽ പാർട്ടിക്കെതിരെ പരാമർശം ഉണ്ട് എന്നതിന് എന്താണ് തെളിവെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചു. പാർട്ടി സംരക്ഷിച്ചില്ല, പാർട്ടിയുമായി സംസാരിച്ച ഘട്ടത്തിലൊന്നും പാർട്ടി സംരക്ഷിച്ചില്ല എന്നാണ് നിങ്ങളോട് പറഞ്ഞു. അത് ആത്മഹത്യക്കുറിപ്പിൽ അങ്ങനെയാണ് പറയുന്നത്. അത് നിങ്ങൾ കണ്ടുപിടിക്കും. ആദ്യം വേണ്ടാത്ത കാര്യങ്ങൾ അങ്ങനെ പറയരുത്. എവിടുന്ന് വായിച്ചു നിങ്ങൾ? ഒരു നാണമില്ലാത്തൊരു ചാനലാണ്. കെ അനിൽകുമാർ പ്രസിഡന്റായ വലിയശാല ഫാം സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അനിൽകുമാർ BJP സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളോട് സഹായം ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. തന്നെ നേരിൽ കണ്ട കാര്യം രാജീവ് ചന്ദ്രശേഖറും സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് ക്ഷുഭിതനായാണ് രാജീവ് ചന്ദ്രശേഖർ മറുപടി പറഞ്ഞത്. നേമം കൗൺസിലിൽ വച്ചാണ് അനിൽകുമാറിനോട് സംസാരിച്ചതെന്നും വേണ്ടാത്ത കാര്യങ്ങൾ പറയരുതെന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ഞങ്ങൾ നേമം കൗൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു. അവിടെ എന്താ സംസാരിക്കുക? ഒന്നും സംസാരിച്ചില്ല. നിങ്ങൾ ഓരോന്നും ഉണ്ടാക്കി പറയരുത്. നിങ്ങൾ നോക്കൂ, ഒരു കാര്യം പറയണേ, ഇതൊരു ക്രിമിനൽ ഇഷ്യൂ ആണ്. അതിനെ ഒരു പാർട്ടീനെ തടയാൻ നോക്കരുത്. ഇത് CPM ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾ അതിനെ CPM പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കരുത്. അനിൽകുമാറിന്റെ മൃതദേഹം BJP ജില്ലാ ഓഫീസിലും തിരുമല കൗൺസിൽ ഓഫീസിലെയും വീട്ടിലെയും പൊതുദർശനത്തിനു ശേഷം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. മുതിർന്ന BJP നേതാവ് O രാജഗോപാൽ, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സഹകരണ സംഘം തട്ടിപ്പിൽ BJP നേതാക്കളുടെ പങ്കന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് CPIM. നാളെ വാർഡുകളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.